ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 സെക്രട്ടേറിയറ്റിലേക്കുള്ള ലീഗൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് PSC എക്സാം നടത്തിയാണ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഏകദേശം 4 കൊല്ലത്തിന് ശേഷം ഈ വർഷം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനെപ്പറ്റിയുള്ള കണ്ടന്റ് ഒക്കെ ചെയ്തു. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങളെല്ലാവരും പഠിച്ച് നല്ല ഉഷാറായിട്ട് പഠിച്ചു പോകുന്നത് അറിയാം. മോസ്റ്റ് പ്രോബബിളി ഒരു ഒക്ടോബറൊക്കെ ആയിട്ട് പരീക്ഷ എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക്. നമുക്ക് നോക്കാം, നമുക്ക് എന്തെങ്കിലും PSC അതിൻ്റെ ടൈം ടേബിൾ എന്തെങ്കിലും റിലീസ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കേണ്ടത് വിചാരിക്കുന്നു. സിലബസ് കുറച്ച് വാസ്റ്റാണ്, ബട്ട് നോ പ്രോബ്ലം. നമ്മളെ കൊണ്ട് പഠിച്ച് നേടാമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മുന്നിൽ ഒരു പ്രതിബന്ധങ്ങളും ഇല്ല. സോ എത്ര വലിയ വാസ്റ്റ് സിലബസ് ആണെങ്കിലും നമ്മൾ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യും, ക്രാക്ക് ചെയ്ത് ഒരു ലീഗൽ അസിസ്റ്റൻറ്റ് ആവും. കേരളത്തിൽ മജിസ്ട്രേറ്റും അതുപോലെ തന്നെ APPയും കഴിഞ്ഞാൽ ഏറ്റവും പോഷായിട്ടുള്ള ഒരു ഗവൺമെൻറ് പോസ്റ്റാണ് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 പോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു LLB-കാരന് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാതെ ജസ്റ്റ് എൻറോൾ ചെയ്തൊരു LLB-കാരന് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 1 പോസ്റ്റ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഏകദേശം 4 കൊല്ലം മുന്നേ 2020 നോട്ടിഫിക്കേഷൻ വന്നത്. അതിൻ്റെ എക്സാം നടന്നത് 2022. അപ്പോൾ ഈ 2022 എക്സാമിൻ്റെ സിലബസും ഈ വർഷത്തെ എക്സാമിൻ്റെ സിലബസ് ഓൾറെഡി PSC റിലീസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ സിലബസ് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, സിലബസ് പുതുക്കിയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ മാറ്റങ്ങൾ എന്തായാലും ഉണ്ട്. അപ്പം നമുക്ക് ആ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ വർഷത്തെ എക്സാമിന് PSC റിലീസ് ചെയ്ത സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ പഴയ സിലബസ് പോലെ തന്നെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ജൂറിസ്പ്രുഡൻസ്, ലീഗൽ തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലെജിസ്ലേഷൻ, ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. 10 മാർക്കാണ് അതിൽ നിന്ന് ചോദിക്കുന്നത്. 10 മാർക്കാണ് ജൂറിസ്പ്രുഡൻസ്, ലീഗൽ തിയറി, പ്രിൻസിപ്പിൾ ഓഫ് ലെജിസ്ലേഷൻ, ലെജിസ്ലേറ്റീവ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അത് 2022 നടന്ന പരീക്ഷയുടെയും സിലബസിലും സെയിം 10 മാർക്ക് തന്നെയായിരുന്നു. ഈ ടോപ്പിക്കിൽ നിന്ന് 10 മാർക്ക് തന്നെയാണ്. ഈ വർഷത്തെ സിലബസ്, പുതുക്കിയ സിലബസിലും ജൂറിസ്പ്രുഡൻസ്, ഈ മറ്റുള്ള ടോപ്പിക്സൊക്കെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ അടുത്തത് മൊഡ്യൂൾ 2 എന്താണ്? മൊഡ്യൂൾ 2 കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. അതിൽ നിന്ന് ഈ വർഷത്തെ സിലബസിൽ, പുതുക്കിയ സിലബസിൽ 20 മാർക്സ് ആണ് വരുന്നത്. 20 മാർക്സ് ആണ് പുതുക്കിയ സിലബസിൽ നിന്ന്. പഴയ സിലബസിൽ അതിൽ നിന്ന് ജസ്റ്റ് 10 മാർക്കേ ചോദിച്ചുള്ളൂ. അതായത് 2022 നടന്ന പരീക്ഷയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ 10 മാർക്കിൽ നിന്ന് ചോദിക്കുന്നത്. പക്ഷേ പുതുക്കിയ സിലബസിൽ എന്താണ്, മാർക്കിൻ്റെ ഇത് കൂടി ഡബിളായിട്ട് കൂടി 20 മാർക്ക് ഈ ഭാഗത്തുനിന്ന് വരും. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ നല്ല വൃത്തിക്ക് പഠിക്കുക. 20 മാർക്സ് ആണ് ഈ ഭാഗത്തുനിന്ന് വരുന്നത്. അടുത്തത് മൊഡ്യൂൾ 3 എന്താണ് പറയുക? മേജർ, അതായത് മേജർ ക്രിമിനൽ സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയർ ലോ. അതായത് ക്രിമിനൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ലോ. ഇപ്പോൾ പഴയ സിലബസ് 2022 സിലബസിൽ IPCയും CRPCയും ഉണ്ട്. പക്ഷേ ഈ വർഷത്തെ പുതുക്കിയ സിലബസ് 2025 എക്സാമിനേഷൻ സിലബസിൽ BNSഉം BNSSും ആണ്. അതായത് ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും. അപ്പോൾ ഇനി നമ്മൾ IPCയും CRPCയും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ 2 സബ്ജക്റ്റ് BNSഉം BNSSും പഠിച്ചാൽ മതി. 20 മാർക്കാണ് ആ ഭാഗത്തുനിന്ന് ചോദിക്കുന്നത്. അപ്പോൾ അടുത്തത് മൊഡ്യൂൾ 4 നോക്കാം. മൊഡ്യൂൾ 4 സിവിൽ സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയർ ലോ. മേജർ സബ്സ്റ്റാൻറ്റീവ് ആൻഡ് പ്രൊസീജിയറൽ ലോസ്. അതിൽ നിന്നും എന്താണ് 10 മാർക്സാണ് വരുന്നത്. അത് മാറ്റങ്ങളൊന്നും ഇല്ല. പിന്നെ അടുത്തത് നമ്മുടെ ഭാരതീയ മൊഡ്യൂൾ 5 ഭാരതീയ സാക്ഷ്യ അധിനിയം. 2022 പരീക്ഷയിൽ എവിഡൻസ് ആക്റ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് എവിഡൻസ് ആക്ട് അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. പുതിയ നിയമമായ BSA ആണ് പഠിക്കും, ഭാരതീയ സാക്ഷ്യ അധിനിയം. 5 മാർക്കാണ് അതിൽ നിന്ന് വരുന്നത്. പിന്നെ അടുത്തത് മൊഡ്യൂൾ 6 എന്താ? മൊഡ്യൂൾ 6 ലോ ഓഫ് പ്രോപ്പർട്ടി. അത് 5 മാർക്കാണ് അതിൽ നിന്ന് ചോദിക്കുന്നത്. വ്യത്യാസമൊന്നുമില്ല, പഴയതുപോലെ തന്നെയാണ്. പിന്നെ മൊഡ്യൂൾ 7 എന്താണ്? ലോ റിലേറ്റിംഗ് ടു ലാൻഡ് ആൻഡ് എൻവയോൺമെൻറ്റ്, 5 മാർക്സ്. അതും പഴയ സിലബസിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല, അതേപടി. പിന്നെ ലേബർ ലോസ്. മൊഡ്യൂൾ 8 ലേബർ ലോസ്. ലേബർ ലോസിൽ വ്യത്യാസമുണ്ട്. പഴയ സിലബസ് 2022 നടന്ന പരീക്ഷയുടെ സിലബസിൽ 5 മാർക്കാണ് ചോദിച്ചത്. ഈ വർഷം പുതിയ സിലബസ്, ഈ 2025 എക്സാമിനേഷൻ സിലബസിൽ 10 മാർക്കാണ് ലേബർ ലോ എന്ന് ചോദിച്ചത്. അപ്പോൾ മൊഡ്യൂൾ 8 നമ്മൾ നോക്കി. ഇനി മൊഡ്യൂൾ 9 നമുക്ക് നോക്കാം. സ്പീഡി ജസ്റ്റിസ്, ലീഗൽ എയ്ഡ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്.
പഴയ സിലബസ് 2022 എന്ന പരീക്ഷയുടെ സിലബസിൽ 5 മാർക്കാണ് ചോദിച്ചോളൂ. ഈ വർഷം പക്ഷേ ഈ ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കിന് ചോദിക്കുന്നുണ്ട്. 10. അപ്പോൾ സ്പീഡി ജസ്റ്റിസ്, ലീഗൽ ആൻഡ് എയ്ഡ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷനിൽ നിന്ന് 5 മാർക്കല്ല 10 മാർക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് പഠിക്കാം. പിന്നെ മൊഡ്യൂൾ 10. ഓക്കെ, മൊഡ്യൂൾ 10 എന്താണ്? പബ്ലിക് ഇന്റർനാഷണൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, അത് വ്യത്യാസങ്ങളൊന്നുമില്ല. പില്ലിൽ പബ്ലിക് ഇന്റർനാഷണൽ ലോയിൽ അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വ്യത്യാസമില്ല. 5 മാർക്ക്. പഴയ സിലബസ് 2022 പരീക്ഷയിലും 5 മാർക്കാണ് ചോദിച്ചത്. അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത് ലീഗൽ അസിസ്റ്റന്റിന്റെ പുതുക്കിയ സിലബസ്. ഈ സിലബസ് പ്രകാരമായിരിക്കും ഈ വർഷത്തെ പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യങ്ങൾ വരിക. ഇനി ഒരു മേജർ ആയിട്ടുള്ള ചേഞ്ച് എന്താ? നമ്മുടെ മുന്നത്തെ 2022 പരീക്ഷയിൽ ഇംഗ്ലീഷ് ഭാഗത്തു നിന്ന് 20 മാർക്കിന് ചോദ്യങ്ങൾ വരുമായിരുന്നു. പിന്നെ നമ്മുടെ GK, കറണ്ട് അഫയേഴ്സ്, ഫ്രീഡം മൂവ്മെന്റ്, അതുപോലെ റിനൈസൻസ്, നവോത്ഥാനം, ഈ ഭാഗത്തു നിന്ന് ഒരു 10 മാർക്ക്. അതായത് ഇംഗ്ലീഷിൽ നിന്നൊരു 20 മാർക്കും അതുപോലെ തന്നെ GK, കറണ്ട് അഫയേഴ്സ്, മറ്റു ടോപ്പിക്ക് 30 മാർക്ക്. ആ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ ഒഴിവാക്കി. അതായത് 2025 ഈ വർഷത്തെ ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷോ GKയോ കറണ്ട് അഫെയറോ നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റോ റിനൈസൻസോ ഇതൊന്നും തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊന്നും തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് അപ്പോൾ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ലോ സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? പഴയ നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് പുതിയ നിയമങ്ങൾ ഉൾപ്പെടുത്തി. IPCക്ക് പകരം എന്തുണ്ട്? ഭാരതീയ ന്യായ സംഹിത. CRPക്ക് പകരം എന്തുണ്ട്? ഭാരതീയ നാഗരിക സുരക്ഷ സംഹിത. എവിഡൻസ് ആക്ടിന് പകരം എന്തുണ്ട്? BSA ഉണ്ട്, ഭാരതീയ സാക്ഷ്യ അധിനിയമുണ്ട്. പിന്നെ ചില ടോപ്പിക്സിന് മാർക്ക് കൂടിയിട്ടുണ്ട് ഇല്ലേ? ചില ടോപ്പിക്സിന് എടുത്തു പറഞ്ഞു, അതിന് മാർക്ക് കൂടിയിട്ടുണ്ട്. ചിലതിൻ്റെ സബ്ജക്ട്സിനൊക്കെ മുന്നത്തെ പോലെ തന്നെ സെയിം മാർക്കിന്. ഇപ്പോൾ ജൂറിസ്പ്രുഡൻസ് ഒക്കെ മുന്നത്തെ പോലെ തന്നെയാണ് സെയിം മാർക്കിന് 10 മാർക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ലോ സബ്ജക്ട്സ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അതൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് അതിൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മുന്നേ നമ്മൾ ലോയും പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം, എന്ത് ചെയ്യണം? GK പഠിക്കണം, കറണ്ട് അഫയേഴ്സ്. GK കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഭയങ്കര വാസ്റ്റാണ്. ഇംഗ്ലീഷും എന്താണ് കാര്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ ലോ സബ്ജക്ട്സിൽ മാത്രം ഫോക്കസ്. അപ്പോൾ വക്കീലന്മാർക്കാവുമ്പോൾ എന്തേ സുഖമാണ്, ലോ സബ്ജക്ട്സ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ മതി? പഠിച്ചാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് സിലബസിൽ നമ്മൾ നോക്കേണ്ട കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ സിലബസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ പുതുക്കിയ സിലബസ് എല്ലാവരും നോക്കണം. ഓക്കെ, ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ടോപ്പിക്സാണ് നോക്കേണ്ടത്, ഡീറ്റെയിൽഡ് സിലബസും ആ ടോപ്പിക്കിന് മൊഡ്യൂളിൻ്റെ അടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് നോക്കി അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ടൈം ലിമിറ്റഡാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ടോപ്പിക്ക് അടിക്കുമ്പോൾ അത് നമ്മുടെ എക്സാമിന് ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. അനാവശ്യ കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ പഠിച്ച് നമ്മൾ സമയം കളയരുത്. കാരണം ആ ടൈം നമുക്ക് എന്ത് ചെയ്യണം? മറ്റുള്ള നമ്മുടെ എക്സാമിന് വരുന്ന ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ എപ്പോഴും ആ സിലബസിൻ്റെ പെരിമീറ്ററിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യാം. ആ സിലബസിനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല. ബിക്കോസ് നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. ഓക്കെ, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ഒരു 5 കൊല്ലത്തിന് ശേഷം വിളിക്കുന്ന ഒരു പരീക്ഷയാണ്. ഓക്കെ, എത്ര സീറ്റുകളാണെന്നുള്ളത് PSC ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, ഈ റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം വന്ന ഒരു 3 വർഷ കാലാവധി ഉണ്ട്. ഓക്കെ, അപ്പോൾ നല്ല കോമ്പറ്റീഷൻ, ഹെവി കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നല്ലോണം പണിയെടുത്താൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ക്രാക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് കൺവേ ചെയ്യാൻ എന്നോട് 1-2 പേര് ചോദിച്ചു, സാറ് ക്ലാസ് എടുക്കുന്നുണ്ടോ? സാർ ഏതെങ്കിലും ലീഗൽ അസിസ്റ്റൻ്റ് ക്ലാസ് എടുക്കുന്നോ? ഞാൻ അഡ്ഹോക്ക് ലേണിംഗ് എന്ന് പറയുന്നൊരു ആപ്പിന് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. ജൂറിസ്പ്രുഡൻസ് ആണ് ഞാൻ അവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയുള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ഞാൻ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ ക്ലാസ്സുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആപ്പ് ത്രൂ ആണ് കൊടുക്കുന്നത്. ആപ്പിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്. പിന്നെ അതുപോലെ ആ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ റെക്കോർഡ് സെഷൻസ് കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ ഷോർട്ട് നോട്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വീക്കിലി ടെസ്റ്റ് ആപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വീക്കിലി ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കണം. അതുപോലെ നമ്മൾ പേഴ്സണൽ മെൻറ്റർഷിപ്പ്, നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനെ നേരിട്ട് തന്നെ ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്യുന്ന ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് സെറ്റപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു പാക്കേജ്. ഓക്കെ, ഒരു മിനിമൽ റേറ്റിൽ ഒരു ചെറിയൊരു ഫീസിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു കംപ്ലീറ്റ് പാക്കേജ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മളിപ്പോൾ നിലവിൽ 2 ബാച്ച് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തു, അത് 1 വിജയമായി. പിന്നെ നമ്മൾ സെക്കൻഡ് ബാച്ച് ലോഞ്ച് ചെയ്തു, നമ്മൾ അതും 1 വിജയ്. ഇപ്പം നമ്മൾ 3rd ബാച്ച് മോർണിംഗ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുക? ലോഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ
ഒരു 4 മാസം 5 മാസം ഒക്ടോബറിനുള്ളിൽ നമ്മൾ പരീക്ഷ നടത്തുന്നതാണ്. അപ്പോൾ ഇരുന്നൊന്ന് ആഞ്ഞ് പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ക്രാക്ക് ചെയ്ത് സുഖമായിട്ട് കയറാം. നമുക്ക് നല്ലൊരു പോസ്റ്റ്, നല്ല ഗംഭീരമായിട്ടുള്ള പോസ്റ്റാണ്. നമുക്ക് ഈ പോസ്റ്റ് കയറി കഴിഞ്ഞാൽ വേറെയും കുറേ പേർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമ്മുടെ ഈ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ ഇനിയും കൂടുതൽ നമ്മൾ കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനി വരും. ഞാൻ കുറച്ച് എൻട്രൻസിൻ്റെ കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് നമ്മൾ ലീഗൽ അസിസ്റ്റൻറ്റിൻ്റെ കണ്ടൻസിലേക്ക് കുറച്ച് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു കുറച്ച് ലാഗ് ഉണ്ടായി. നമ്മളപ്പോൾ ഇനിയും കണ്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് വലിയൊരു കാര്യം. അപ്പോൾ താങ്ക് യു, ബെസ്റ്റ് വിഷസ്.